എപ്പിസോഡ് തന്നെ നമ്മുടെ ഡുവാനും അതേപോലെ തന്നെ സാക്ഷി കൂടി കാറിനകത്ത് യാത്ര ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ഡുവാന്റെ മൈൻഡിലാണെങ്കിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ നമ്മുടെ സാക്ഷിയോട് ചോദിക്കും, അല്ല നീയാണെങ്കിൽ ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞില്ല ക്യൂട്ട് ചെറുക്കന് ഇഷ്ടമായെന്ന്, ആ ചെറുക്കനാണോ ഇപ്പൊ വന്നത്? അപ്പൊ നമ്മുടെ സാക്ഷി പറയും, അത് അവനല്ല. ഉടനെ നമ്മുടെ ഡുവാൻ ചെയ്യും, അപ്പൊ പിന്നെ നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കൻ എങ്ങനെയുള്ളവനാ, അവന്റെ ലുക്കൊക്കെ എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ എന്നിട്ട് പറയും, അവൻ ഇഷ്ടപ്പെടുന്ന ചെറുക്കനാണെങ്കിൽ കുറച്ച് മസ്കുലൈനാണ് എന്ന് എഴുതി വെക്കുന്നത്. നമ്മുടെ ഡുവാനെ ഒരുമാതിരി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊട്ടും മസ്കുലൈൻ ആയിരുന്നില്ലല്ലോ. അപ്പോ ഇവനാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവരുടെ ഓരോന്ന് പറഞ്ഞ് അവന്റെ വായ നടത്തിക്കും. അവളെ ചരിഞ്ഞിരുന്നിട്ട് സ്വന്തമായിട്ട് വിചാരിക്കും, ഇത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ സ്വന്തമായിട്ട് ആ കണ്ണാടി നോക്കിയപ്പോൾ അപ്പൊ പ്രശ്നം തീരത്തില്ലേ എന്ന്. അങ്ങനെ ഇരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് പറയും, എനിക്കൊരു ഗേൾ ഫ്രണ്ടിന്റെ ആവശ്യമുണ്ട് എന്ന്. അപ്പൊ നമ്മുടെ സാക്ഷിക്കും, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചൂടെ? ഉടനെ തന്നെ നമ്മുടെ ഡുവാൻ അടുത്ത് പറയും, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഗേൾ ഫ്രണ്ടിനെ കണ്ടുപിടിച്ച് തരുമോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി പറയും, എനിക്കതിന് എന്റെ പരിചയത്തിലുള്ള എന്റെ പ്രായത്തിലുള്ള കുട്ടികളെ മാത്രമേ അറിയത്തുള്ളൂ, നീ എങ്ങനെ അവരെ പ്രേമിക്കുന്നത്? അപ്പൊ നമ്മുടെ ഡുവാൻ പറയും, എനിക്കതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല, എന്റെ പ്രായത്തിലായിരുന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സാക്ഷി ഷോക്കായിട്ട് അവർക്ക് തന്നെ മനസ്സിലാവത്തില്ല ഇവൻ ഇവിടെ എന്തോ പറ്റിയതാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സാക്ഷിയാണെങ്കിൽ അവളുടെ പേരൻസിന്റെ വീട്ടിലോട്ട് വരുന്നതാണ്. അവിടെ അവളുടെ പേരൻസ് ആണെങ്കിൽ കാണാൻ ഭയങ്കര സന്തോഷവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളുകളില്ല അവരിപ്പോ ഇവളെ കാണുന്നത്. അവിടെയാണെങ്കിൽ അവളുടെ അമ്മ ചോദിക്കും, എന്താ ഇത്ര ലേറ്റ് ആയത് എന്ന്. പെട്ടെന്ന് തന്നെ സാക്ഷി പറയും, അത് ഈ ബ്രദർ ആണെങ്കിൽ എന്നെ വിളിക്കാൻ വേണ്ടിട്ട് കറക്റ്റായിട്ട് വന്നില്ല, അവനെ ലേറ്റ് ആക്കിയെന്ന് പറയും. സത്യം പറഞ്ഞാൽ പാവപ്പെട്ട ഞാനാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ പറയും, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം വേണോന്ന് പറഞ്ഞിട്ടില്ലേ ഞാനത് വാങ്ങിക്കാൻ പോയത്, ഇപ്പൊ കുറ്റം മൊത്തം എന്റെ തലയിലായോ എന്ന്. എന്നാൽ ഇവിടെയാണെങ്കിൽ അവൻ പറയുന്നത് ആരും മൈൻഡ് ചെയ്യത്തില്ല. പിന്നീട് കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷി വീടിനകത്തോട്ട് വരുന്ന അവിടെ അവളാണെങ്കിൽ അവളുടെ പേരൻസിന് വേണ്ടിയിട്ട് ന്യൂ ഇയർ ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവരും. കൂട്ടത്തിൽ തന്നെ അവളുടെ ബ്രദറായിട്ടുള്ള ഞാനും അവള് കൊണ്ടുവരും. അതാണെങ്കിൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അവൾ അത് കൊണ്ടുവന്ന് ഇവരെ കണ്ണിലായിട്ട് വെച്ചു കൊടുക്കും. സത്യം പറഞ്ഞിട്ട് കാണാൻ അവന് വിചാരിക്കും, എന്നാലും ഇവൾ എനിക്ക് ഈ ഗ്ലാസ് ആണ് വാങ്ങിക്കൊണ്ട് വന്നേന്ന്. എന്നാലും അവന്റെ അനിയത്തി വാങ്ങിച്ചില്ലേ, അവനത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇവിടെയാണ് ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നത്. നമ്മുടെ സാക്ഷിയുടെ പേരൻസ് അവളുടെ ഡുവാന്റെ അവസ്ഥയെ കുറിച്ച് ചോദിക്കും. അവനിപ്പോ ഓക്കെ അല്ലേ, അവന്റെ ഹെൽത്തിനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. പെട്ടെന്ന് നമ്മുടെ സാക്ഷി അവർക്ക് പറയും, ഇല്ല അവന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാനിപ്പോ പുതുതായിട്ട് മീറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഗെയിമില്ലേ അതിനെ പറ്റിയൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന അവളുടെ പേരൻസിന് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ ഒരു ഫുഡൊക്കെ ഞങ്ങൾ ഒരു പെൺകുച്ചുമായിട്ട് ബ്ലൈൻഡ് ഡേറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ പറയും, എനിക്ക് ബ്ലൈൻഡ് ഡേറ്റിനോടൊന്നും വലിയ താല്പര്യമില്ല, എനിക്ക് അങ്ങനെ പോവാനൊന്നും വയ്യ. ഇവന്റെ പേരൻസ് നല്ലതുപോലെ ഫോഴ്സ് ചെയ്യും. എന്നാൽ ഞാനതൊന്നും കേൾക്കാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിയാണെങ്കിൽ പുറത്ത് ഒരു ബൾബ് ശരിയാക്കാൻ വേണ്ടി പോകുന്നതാ. അവിടെ അവൾ ഇങ്ങനെ നിൽക്കാൻ നേരത്തെ പുറത്തായിട്ട് നമ്മുടെ യാനും വരും. അപ്പൊ നമ്മുടെ സാക്ഷി അവരോട് ചോദിക്കും, എന്നാലും നീ എന്താ ബ്ലൈൻഡ് ഡേറ്റിന് പോകാതെ? നിനക്ക് ബ്ലൈൻഡ് ഡേറ്റിന് കൂടെ വേണമെങ്കിൽ ആ ഡുവാനെ വിളിച്ചോണ്ടോ, അവന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഞാൻ പറയും, പിന്നെ ഡുവാനെ വിളിച്ചോണ്ട് എന്നെ കളിക്കുന്ന വട്ടാണ്. എനിക്കൊന്നും ബ്ലൈൻഡ് ഡേറ്റിന് പോകേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകൊച്ചുണ്ട്. അങ്ങനെ പെൺകൊച്ചുള്ളപ്പോ ഞാൻ വെറുതെ ബ്ലൈൻഡ് ഡേറ്റിനൊക്കെ പോകേണ്ട ആവശ്യം എന്തുവാ എന്ന് അവന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ റൂമിലിരിക്കാൻ നേരത്തെ അമ്മയോട് വന്നിട്ട് അവളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ രണ്ടുപേരോട് ചേർന്ന് അവിടുത്തെ ബെഡൊക്കെ റെഡിയാക്കാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ സാക്ഷിയുടെ ശ്രദ്ധയാണെങ്കിൽ അവിടെ താഴേക്ക് ബോക്സിൽ വിടും. അതിനകത്തായിരുന്നു നമ്മുടെ ഡുവാൻ കൊടുത്ത പാവക്കുട്ടിയും കാര്യങ്ങളൊക്കെ അടച്ചു വെച്ചിരുന്നത്. പെട്ടെന്ന് തന്നെ അവൾ അവളുടെ അമ്മയെടുത്ത് പുറത്തു പോകാൻ പറഞ്ഞിട്ട് അവളെ ബോക്സ് എടുത്ത് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മുടെ സാക്ഷിക്ക് ഒരു കാര്യം ഓർമ്മ, അതായത് ഡുവാൻ അടുത്ത് പറഞ്ഞില്ലേ എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ വേണം, അവൾ നിന്റെ പ്രായമായിരുന്നു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അവള് വിചാരിക്കും ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതായിരിക്കും, അത് തമാശക്ക് പറഞ്ഞതാണ്. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ നമ്മുടെ മെസ്സേജ് എന്നിട്ട് പറയും, ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളാണെങ്കിൽ നല്ല പ്രായം കുറഞ്ഞതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളടുത്ത് പറയും, ആ പെൺകൊച്ചിന് 18 വയസ്സ് കൂടുതലുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അവള് ബുദ്ധിയുള്ള പെൺകൊച്ചാണ്, അതിപ്പോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയും. അങ്ങനെ അവര് മെസ്സേജ് അയച്ച് കഴിയുന്നത് നമ്മുടെ ഡുവാൻ ചിന്തിക്കും, എന്നാലും മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. എന്നാലും ഇവള് അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കും. ഇവളെ എന്നെ ഒരു വലിയ ചേട്ടനെ പോലെ കാണുന്നത്, അവളെന്തോ വിചാരിക്കും ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെ നമ്മുടെ ഡുവാൻ ചിന്തിക്കും. അതേപോലെ തന്നെ നമ്മുടെ സാക്ഷി വിചാരിക്കുന്നത്
അവള് വിചാരിക്കും എന്തൊക്കെയായിരുന്നാലും ഡുവാനെ ഒരു സ്വന്തം അനിയത്തിനെ പോലെ ആയിരിക്കുമല്ലേ കാണുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ അവരുടെ ഫ്രണ്ടിന്റെ കൂടെ ഒരുത്തരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ആ ഫ്രണ്ടിന്റെ കല്യാണമാണ് ഈ പൊണ്ണു നടക്കാൻ പോകുന്നത്. അപ്പോ ഈ ഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ഡുവാനെ ചോദിക്കും, അല്ല നിന്റെ ലവ് ലൈഫ് ഇപ്പൊ എങ്ങനെ പോകുന്നത്? പെൺകൊച്ചിന് ഇഷ്ടമല്ലേ? പെട്ടെന്ന് നമ്മുടെ ഡുവാനാണെങ്കിൽ നടന്ന കാര്യമെല്ലാം പറയും, എനിക്ക് ആ പെൺകൊച്ചിനെ ഇഷ്ടമാണ്, പക്ഷെ അവക്കാണെങ്കിൽ എന്നെക്കാട്ടി നല്ല പ്രായം കുറവാ, അവർക്ക് വേറൊരുത്തനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ പറയും. കേൾക്കുന്നേ നമ്മുടെ ഡുവാന്റെ ഫ്രണ്ട് എന്തോ പറയുന്നറിയാവോ? എനിക്കിതൊക്കെ കേട്ടിട്ട് തോന്നുന്നു ആ പെണ്ണ് പറയുന്നത് നിന്നെ പറ്റി തന്നെയാണ്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാനോട് വിശ്വസിക്കാൻ പറ്റില്ല. പെട്ടെന്ന് അവന്റെ കൂട്ടുകാരൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഒരു കാര്യം അറിയോ, പണ്ട് എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. ആ ക്രഷിന്റെ അടുത്ത് ഞാനാണെങ്കിൽ എനിക്ക് വേറെ പെൺകൊച്ചിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തായിരുന്നു. ഞാൻ ഇതേ സെയിം മെത്തേഡാണ് യൂസ് ചെയ്തത്. എനിക്കിത് കേട്ടിട്ട് നിന്നെ പറ്റി തന്നെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാന് ചെറിയൊരു ഡൗട്ട് അടിക്കും. അവന് വിചാരിക്കും ഇനി ഒരു പക്ഷേ സാക്ഷി പറഞ്ഞതല്ല അവനെ പറ്റി തന്നെയാണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ സാക്ഷി ഇങ്ങനെ അവളുടെ റൂമിലിരിക്കാൻ നേരത്ത് അവക്കായിട്ട് നമ്മുടെ ഡുവാൻ മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് പറയും, ഞാൻ നിന്റെ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന്. ഇത് വായിക്കുന്നത് നമ്മുടെ സാക്ഷി വിചാരിക്കും, എന്നാൽ ഇവരെന്തിനായിരിക്കും എന്റെ അടുത്ത് ഇതൊക്കെ പറയുന്നേ എന്ന്. അതായത് നമ്മുടെ ഡുവാൻ ഇപ്പൊ വന്നിരിക്കുന്ന അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിലെ അവന്റെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ കല്യാണത്തിന്റെ ദിവസമാണ് അവിടെ നമ്മുടെ സാക്ഷിയും വന്നിട്ടാ. അവളാണെങ്കിൽ ഈ നമ്മുടെ യാന്റെ ഫ്രണ്ടിലെ അവനൊരു റെഡ് എൻവലപ്പ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് നല്ലൊരു വിഷയൊക്കെ ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ യാന്റെ ഫ്രണ്ട് പറയും, എനിക്ക് ഇതിന്റെ യാതൊരു ആവശ്യമില്ല, എനിക്ക് ഉടനെ തന്നെ 2 റെഡ് എൻവലപ്പിന്റെ ആവശ്യമുണ്ട് എന്ന്. അതായത് ഇവിടെ കല്യാണമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവിടെ ഇവിടെ എല്ലാം ഡുവാനെ നോക്കിക്കൊണ്ടിരിക്കും. അവള് വിചാരിക്കും, എന്നാലും ഇത്രയും നേരമായിട്ട് അവൻ എന്താ വരാതെ, അവൻ ഇവിടെ പോയി കിടക്കുക എന്ന്. അങ്ങനെ നോക്കുമ്പോഴാ നമ്മുടെ ഡുവാനാണെങ്കിൽ നിലക്കിടലായിട്ട് ഊരി തലയ്ക്ക് കിട്ടി വന്നേക്കും. അവൻ മനപ്പൂർവ്വം കുറേ തവണ അവന്റെ ടൈലിൽ കയറി പിടിക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കിട്ടിയിരിക്കുന്ന ടൈൽ ഏതാണെന്നറിയാമോ? നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവന് ഗിഫ്റ്റ് കൊടുത്ത ടൈലില്ലേ, അത് തന്നെ അവളത് ശ്രദ്ധിക്കും. അതായത് ഇവ കിട്ടിയിരിക്കുന്നത് അവൾ ഗിഫ്റ്റ് കൊടുത്ത ടൈലാണ് എന്ന്. അങ്ങനെ നമ്മുടെ ഡുവാനാണെങ്കിൽ യാനിന്റെ അടുത്തായിട്ട് വന്നിരിക്കും. യാനാണെങ്കിൽ ഡുവാനെ കാണുന്നു ചോദിക്കും, നിനക്ക് എന്നെ കണ്ടിട്ട് നല്ലത് പറയാൻ തോന്നുന്നുണ്ടോ എന്നൊക്കെ പറ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ അവനെ ഡാർലിംഗ് ബ്രദർ എന്ന് പറഞ്ഞിട്ട് കളിയാക്കാനായിട്ട് തുടങ്ങും. ഇത് കേൾക്കുന്ന യാനാണെങ്കിൽ ദേഷ്യം വരും. അവൻ നിനക്ക് പറ്റി നീ എന്തിനാ എന്നെ വിളിക്കുന്നേ? എന്നാലും നമ്മുടെ ഡുവാനാണെങ്കിൽ ആ വിളിക്കുന്നൊരു കുറവ് വരുത്തുന്നുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഡാർലിംഗ് ബ്രദർ എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞ് ഇവന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യാനിനെ ഇട്ടിട്ട് അവനും നമ്മുടെ സാക്ഷിയായിട്ടുള്ള ആ സീറ്റിലേക്ക് സ്വിച്ച് ആക്കാൻ വേണ്ടിയിട്ട് അവനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് കേൾക്കുന്നവരെല്ലാം വിചാരിക്കും, എന്നാലും ഡുവാൻ എന്തോ പറ്റിയതെന്ന്. നമ്മുടെ സാക്ഷി ഇങ്ങനെ വിചാരിക്കും, സാക്ഷി അങ്ങനെ യാനിനെ വിളിച്ചിരിക്കും. എന്നാലും ഇവൻ ഇതെന്തോ പറ്റിയെന്നോ. ഉടനെ തന്നെ നമ്മുടെ യാനാണെങ്കിൽ നമ്മുടെ സാക്ഷിക്ക് ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിന്റെ ഫോട്ടോ അടിച്ചിട്ട് ഇവന്റെ തുടങ്ങാമെന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ സഹിക്കാൻ നമ്മുടെ സാക്ഷിയായിട്ട് ഇവൻ സീറ്റ് അങ്ങ് സ്വിച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമാണ്. അവരാണെങ്കിൽ നമ്മുടെ ബ്രൈഡുമായിട്ട് നടന്നു വരും. എന്നിട്ട് ഇവന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും, അങ്ങനെ അവസാനം എന്റെ ലവ് സക്സസ് ആയി. നിങ്ങൾക്കറിയാവോ, ലവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെയിറ്റോ ഹൈറ്റോ ഒന്നും ബാധകമല്ല എന്ന്. നിങ്ങളെക്കാട്ടി എല്ലാം മുന്നേ കല്യാണം കഴിച്ചത് ഞാനാണ്. എനിക്കിപ്പോ വൈഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര സന്തോഷത്തോടെ സംസാരിക്കും. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാനും സാക്ഷി എല്ലാവരും ഇരിക്കുമല്ലായിരുന്നോ. സാക്ഷിയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഡുവാനെ കേട്ടിട്ട് ഒരു ഹായ് പോലും പറഞ്ഞിട്ടില്ല. അത് കാരണം ഡുവാനാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ സാക്ഷിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും, നീ എന്താ എന്നെ ഇത്രയും നേരമായിട്ട് ഒരു ഹായ് പോലും പറഞ്ഞ് വിഷയാതെ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അവളുടെ അച്ഛന്റെ മെസ്സേജ് എടുത്തിട്ട് യാനിനെ കാണിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാൻ ശ്രദ്ധിക്കും, അതായത് സാക്ഷിനെ അവളുടെ അച്ഛൻ ഷീ എന്നുള്ള പേരിലാണ് സംസാരിക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ ഡുവാനാണെങ്കിൽ സംശയം ചോദിക്കും, അല്ല ഷീ ആരാ? അപ്പൊ നമ്മുടെ സാക്ഷി പറയാൻ തുടങ്ങും, അതെങ്കിൽ എന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ ഷീ എന്ന് വിളിച്ചിട്ട് സംസാരിക്കുന്നേ എന്ന്. അപ്പൊ നമ്മുടെ ഡുവാൻ ശ്രദ്ധിക്കും, അതായത് അവന്റെ നമ്പറാണെങ്കിൽ നമ്മുടെ സാക്ഷി സേവ് ചെയ്തിരിക്കുന്നതിന് ബ്രദർ നമ്പർ 2 എന്ന് വെച്ചിട്ട്. അപ്പൊ നമ്മുടെ ഡുവാൻ ചോദിക്കും, അല്ല നീ എന്തിനാ എന്നെ ബ്രദർ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പൊ നമ്മുടെ സാക്ഷിക്കും, അതിനിപ്പോ എന്താ കുഴപ്പം? ബ്രദർ നമ്പർ 1 എന്ന് പറയുന്നത് എന്റെ ബ്രദറായിട്ടുള്ള യാനും 2 എന്ന് പറയുന്നത് നീയുമാണ്. അപ്പൊ അതിലിപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനും ഒരുമാതിരിയാവും. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ സാക്ഷി എടുത്ത് ചോദിക്കും, അല്ല നീ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞ ചെറുക്കനെ എത്ര വയസ്സാണുള്ളത്? ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി അങ്ങ് ഭയങ്കര ഓക്വേർഡ് ആവും. അവൾ ചോദിക്കും, ഓ നീ വീണ്ടും തുടങ്ങിയോ, നിനക്ക് ഇപ്പൊ എന്തുവാ വേണ്ടത്? അപ്പൊ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സാക്ഷിയാണെങ്കിൽ ആൻസർ ചെയ്ത് ഭയങ്കരമായിട്ട് അങ്ങ് മടുത്തു പോയായിരുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാന് ഭയങ്കര സന്തോഷമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോ ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാക്ഷിക്കും ഡുവാനെ തന്നെയാണ് ഇഷ്ടമെന്ന്. അവള് പറയുന്ന ആള് ഡുവാൻ തന്നെയായെന്ന്. സത്യം പറഞ്ഞാൽ സാക്ഷി ഇവിടെ ഭയങ്കര നാണം കെട്ടി ചമ്മിയിരിക്കുക. അവൾക്കാണെങ്കിൽ എങ്ങനെ ഈ സീറ്റ് മാറിയാൽ മതി. വേഗം തന്നെ അവളാണെങ്കിൽ
ആണെങ്കിൽ അവളുടെ ബ്രദറായിട്ടുള്ള യാനടുത്ത് പറയും എനിക്കിനി ഇവിടെ ഇരിക്കണ്ട, ഇനി വേഗം തന്നെ ഇവിടെ നിന്ന് സീറ്റ് എക്സ്ചേഞ്ച് ആവണമെന്ന്. അങ്ങനെ അവള് സീറ്റ് മാറാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യും. എന്നാൽ നമ്മുടെ യാനാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഡുവാന്റെ അടുത്ത് ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ട് നിൽക്കുകയല്ലായിരുന്നു. അതുകൊണ്ട് അവൻ പറയും എനിക്ക് സീറ്റ് ഒന്നും മറന്ന് നീ അവിടെ തന്നെ ഇരിക്കുകയെന്ന്. അങ്ങനെ ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യും. ഇവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷി ഫുഡിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാൻ നേരത്ത് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറി ഉള്ള ഫുഡ് കാണും. അവള് സ്ട്രോബെറി എടുക്കാൻ വേണ്ടിട്ട് വരുന്നത് നമ്മുടെ യാനിന്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ അതെടുത്ത് കഴിക്കും. എന്നാൽ ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡുവാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളിത് നോട്ട് ചെയ്ത് വെച്ചേക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി അവളുടെ ബ്രദറിനടുത്ത് പറയും ഇവിടെ ഇരിക്കണ്ട, ഞാൻ ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പെട്ടെന്ന് തന്നെ പുറകെ ഒരാൾ വരും. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുവാനാണ്. ഡുവാൻ വന്നിട്ട് പറയും ഞാൻ ബ്രദറിന്റെ കാറിന്റെ കീസ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചിട്ട് പോവാനായിട്ട് ഒരുങ്ങും. നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി അവരുടെ ഫ്രണ്ടിന് ഒരു ഫ്രണ്ട് കൊടുത്തില്ലായിരുന്നു, അത് തിരിച്ചു കൊടുക്കും. അപ്പൊ നമ്മുടെ സാക്ഷി ഇതിനെ തിരിച്ചു വരുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡുവാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളോട് കുറച്ചുകൂടി ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഡുവാൻ ചോദിക്കും നീ നാളെ എപ്പോഴാ പോകുന്നത്? അപ്പൊ നമ്മുടെ സാക്ഷി പറയും അത് നാളെ രാവിലെയുള്ള 6 മണിക്കുള്ള ഫ്ലൈറ്റ് ഞാൻ പോകുമെന്ന്. ഉടനെ തന്നെ നമ്മുടെ ഡുവാൻ പറയും ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നോളാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ രാവിലെ 6 മണിക്കുള്ള ഫ്ലൈറ്റിലാണ് പോകുന്നതെന്ന്. ഇത് കേൾക്കുന്നതിന് നമ്മുടെ സാക്ഷി ഒന്ന് ഷോക്കാകും. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കാറിനകത്ത് യാത്ര ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ കാർ സ്റ്റോപ്പ് ചെയ്ത് ഇവർക്ക് വേണ്ടിയിട്ട് സ്ട്രോബെറി വാങ്ങിച്ചുകൊണ്ടിരും. എന്നിട്ട് ഇവളുടെ കയ്യിലായിട്ട് കൊടുക്കും. അപ്പൊ നമ്മുടെ സാക്ഷിക്ക് മനസ്സിലാവും അതായത് ഇവർക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്, നേരത്തെ സ്ട്രോബെറി കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ ഇവർ ശ്രദ്ധിച്ചതെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി ഡുവാനെടുത്ത് ചോദിക്കും നിനക്ക് സ്ട്രോബെറി വേണോ? എന്നാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി ചോദിക്കും അപ്പോ നീ പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ നിനക്ക് വായിൽ വെച്ച് തരാനാണോ? എന്നാൽ ഇത് കേൾക്കുന്നത് നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് സ്ട്രോബെറി കഴിക്കാനായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സാക്ഷിയും അതേപോലെ തന്നെ ഡുവാനും കൂടി അവളുടെ വീടിന്റെ അടുത്തായിട്ട് എത്തുന്നതാ. അവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്കായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. അവൻ പറയും ഇതിന്റെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആണ്, നിനക്കുള്ളതാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ കൊടുക്കും. അവളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ആ ബ്രേസ്ലെറ്റിന്റെ അകത്തായിട്ട് നമ്മുടെ സാക്ഷിയുടെ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇത് കാണുന്നേ അവൾക്ക് നല്ല സന്തോഷവും. അങ്ങനെ അവൾ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകും. എന്നിട്ട് അവൾ ആ ബോക്സിനകത്ത് തുറന്നു നോക്കിക്കൊണ്ടിരിക്കും. അവൾക്ക് മനസ്സിലാവുന്നില്ല എന്നാലും ഡുവാൻ ഇപ്പോ എന്താ ഇത്ര വലിയ ചേഞ്ച് വന്നേന്ന്. അങ്ങനെ അവളാണെങ്കിൽ അതിനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും എന്തായിരിക്കും ഒരാള് ബ്രേസ്ലെറ്റ് തന്നതിന്റെ മീനിങ് എന്ന്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എന്തുവാ ലവേഴ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേസ്ലെറ്റ് കൈമാറുന്നതെന്ന് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. ഇത് വായിക്കുന്നത് നമ്മുടെ സാക്ഷിയാകും ഭയങ്കര ഷോക്കായി പോകും. തൊട്ട് താഴെ തന്നെ എഴുതിയിട്ടുണ്ട് വലിയ ആൾക്കാർ ചെറിയ ആൾക്കാർക്കും ഇതേപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് എന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെയറിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മുടെ സാക്ഷി വിചാരിക്കും ഉറപ്പായിട്ടും ഇവനെനിക്ക് ബ്രേസ്ലെറ്റ് എന്നതിന്റെ മീനിങ് ഇത് തന്നെ ആയിരിക്കും എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇനി എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ചെയ്ത് അറിയിക്കാം.